അപ്പം നമ്മളൊരു മാച്ചിന് വന്നതാണ്. അപ്പം നമ്മളൊരു ഗണ്ണ് പുഷ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ പ്ലെയിൻ ക്രാഷായി നമ്മളാണ് പീക്കിലും കാര്യങ്ങളൊക്കെ ഇറങ്ങാൻ പോവാണ്. അപ്പം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്താ പറയുക, നമ്മൾ പീക്കിൻ്റെ മുകളിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. പീക്കിൻ്റെ മുകളിൽ ഇറങ്ങി 50 എനിമിയാണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് പീക്കിൻ്റെ മുകളിൽ ഇറങ്ങി മാക്സിമം കില്ലും കാര്യങ്ങളൊക്കെ വരണം. നമ്മൾ ഇറങ്ങിയപ്പം തന്നെ നമ്മൾ ലക്ഷറിക്കാണ് നമ്മൾ പുഷ് ചെയ്യുന്നത്. നമ്മൾ പെട്ടെന്ന് തന്നെ അവനെ നല്ല ഡാമേജ് ഇങ്ങനെ കൊടുത്തിട്ട് തന്നെ അവനെ ഹെഡ്ഷോട്ട് അടിച്ച് അവനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. നമ്മൾ FFൽ പേര് മാറ്റാത്ത നമുക്ക് നെയിം ചേഞ്ചിങ് കാർഡും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു ഡൈനാമിക് ഡോണിന് ചേരാനുള്ള കാർഡും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അടുത്തവന് നമ്മൾ കാര്യം പിന്നെ അടുത്തന്നെ കണ്ട് അപ്പോൾ നമുക്ക് വേഗം പോയി അവനെ അടിക്കാൻ നോക്കാം. അവനെപ്പോഴാണ് ഡാമേജ് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയോ കൊത്തി പിടിച്ച് അവനെ ടീം വൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തവൻ ഇത് അവിടെ ഉണ്ട്. എല്ലാവരും റോഡ് ടു 50 സബ്ബാണ്. മാക്സിമം എല്ലാവരും ഇതാക്കുക. നമ്മുടെ കൂടെ ഉള്ളത് ഉമഹ് എന്ന് പറഞ്ഞൊരു മലയാളിയാണ്. പിന്നെ നമുക്ക് ഇവിടെ പീക്കിൽ എനിമി ഇല്ലാന്ന് തോന്നുന്നത്. ഒറ്റടുത്തന്നെ ഇല്ലേ, നമ്മളൊരു ഇമോട്ടൊക്കെ ഇട്ട് പോവാണ്. ബാഡ്മിൻ്റൺ എന്ന് പറഞ്ഞ ചെങ്ങായിണ്ട്. ഇത് പേരൈസ് ഇതൊക്കെ നമുക്ക് ഇവിടെ എനിമി ഉണ്ടോ നോക്കോട്ടെ. എന്താ അത് താഴത്തുനിന്ന് ഇട്ടത് ഐസ്. നമുക്ക് താഴത്തുനിന്ന് ഇട്ടാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോവാണ്. അപ്പോൾ അങ്ങനെ ചുറ്റി കളിക്കാണ്. എനിമിയൊന്നും ഇവിടെ ഇല്ല. നമുക്ക് താഴത്തോട് ചാടാം. താഴത്തോട് ചാടിയിട്ട് വേഗം പോയി എടുത്താലോ. എനിമി തൊട്ട് ഇറങ്ങിയാൽ ചാവൂലെന്ന് വെച്ചാൽ അത് തന്നെ ആകാശത്തോട്ടൊക്കെ നോക്കിയിട്ട് എനിമി ഇറങ്ങി അടിക്കാമല്ലോ. നമുക്ക് ഇപ്പോൾ 2 കില്ലായിട്ടുണ്ട്. അവൻ നമ്മൾ താഴത്തെടുത്തിട്ട് കണ്ട് അവനെ അടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അടിയൊന്നും കൊള്ളുന്നില്ല. പിന്നെ നമ്മൾ താഴത്ത് പോയി നോക്കിയിട്ടുണ്ട്. നമുക്ക് ആദ്യം അവനെ നോക്കാം, എന്നിട്ട് നമുക്ക് ചാടി വെക്കാം. നമ്മൾ ഞാൻ തസുവ് ഇട്ടിട്ട് പോവാണ്. നമ്മൾ ലക്ഷദ്വീപിൽ ഇപ്പോൾ കേരളത്തിലെ 29ാം സ്ഥാനത്തോട് കയറിയിട്ടുണ്ട്. ഈ സാധനം നമ്മൾ ഒരു ഏകദേശം ആഴ്ചകൾ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ പുഷ് ചെയ്ത് കയറ്റിയത്. നമ്മൾ 79ാം സ്ഥാനത്തോട്ട് കയറിയിട്ടുണ്ട് സ്ഥാനത്തോട്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നമുക്ക് കേരള ടോപ്പ് 1 ഒക്കെ ആവണം. നമുക്ക് ഇപ്പോൾ കേരളത്തിൽ കറൻലി ടോപ്പ് 1 നിൽക്കുന്നത് P4G ഗെയിമിംഗ് എന്ന് പറഞ്ഞ ചെക്കനാണ്. ഇവിടുന്ന് 200 ടോക്ക് എടുത്തിട്ട് നമ്മൾ ചത്താ പൊക്കാൻ നമ്മളിങ്ങനെ പോകണം. ഇവിടെ പോയി ഇങ്ങനെ പോയി അവിടെ അടുത്തുണ്ട്. ഞാൻ സ്പോട്ട് ചെയ്തിട്ടുണ്ട് അവനെ. കുനിഞ്ഞിരിക്കുന്നുണ്ട്. അവനെ ഫുൾ ഡാമേജ് കൊടുത്തിട്ടുണ്ട്. അവൻ ഫുൾ ഡാമേജ് അല്ല, 12 വരെ. അവനൊക്കെ ഇങ്ങോട്ട് റീസ് നമുക്ക് എന്താ ചെയ്യാനല്ല. അതുകൊണ്ട് നമ്മൾ അവൻ നോക്കാക്കിയിട്ടുണ്ട്. നമ്മൾ ചത്ത് നമ്മൾ എലിമിനേറ്റ് ചെയ്യാം. നമ്മളെ ഫ്രണ്ടിനോട് പറയണം, എടാ റിവൈവ് നമുക്കാണ് മൈക്ക് ഓൺ ആക്കിയാൽ സ്ക്രീൻ റെക്കോർഡ് പോവില്ല. അതുകൊണ്ട് തന്നെ മൈക്ക് ഓഫ് ആക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ വേഗം പറയുകയാണ്, വേഗം പോയി പൊക്കടാ തിരിച്ചു തരില്ല നന്ദി. അപ്പോൾ എന്നെ റിവൈവ് ചെയ്യാൻ പോവാണ്. റിവൈവ് ഇട്ടതിന് സൂപ്പർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സൂപ്പർ ചെയ്തിട്ട് താഴത്ത് 2 ഒരു എനിമി ഉള്ള പോലെ താഴത്തോട്ട് വേറെ ഒരു ഇറങ്ങണ്ടേ. നമുക്ക് അവിടേക്ക് പോയിട്ട് ഇനി നമ്മൾ ഇറങ്ങിയപ്പോൾ ഉണ്ട് 2 ഫൈറ്റ് 2 നോക്കായി കിടക്കുന്നത്. അടിപൊളി 2 ഇല്ല് കിട്ടിയ ഈ സമയം. അവിടെ ഒരുത്തനെ കൊന്നിട്ടുണ്ട്. ഒരുത്തനെ കൊന്ന് മറ്റേ ചങ്ങായിനാണെങ്കിൽ നമ്മൾ ഈ സാധനം വെച്ച് കൊല്ലുകയാണ്. കാരണം നമുക്ക് നല്ല പോയിൻറ്റിൻ്റെ ആവശ്യമുണ്ട്. അത് നല്ല സ്ഥാനം പിടിക്കണമെങ്കിൽ. അപ്പോൾ നമ്മൾ ആ ഗണ്ണ് അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഗണ്ണൊന്നും യൂസ് ചെയ്യില്ല. അതാണ് ഗണ്ണ് ഈ ഒരു എനിമിനെ മാത്രം കൊല്ലാൻ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെ ഗെയിം പ്ലേയിലില്ല. നമ്മൾ ചാടിയിട്ടാണ് കൊല്ലാൻ നോക്കുന്നുണ്ട്. ചാടിയിട്ട് നമ്മൾ അപ്പോൾ തന്നെ ഗ്ലൂ ഇട്ടിട്ട് ഒരു മടിക്കിറ്റൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അവൻ താസുവിനെ അവിടെ ഇട്ടിട്ട് എൻ്റെ അടുത്തൊരു റഷ് ചെയ്യാണ്. ഞാനാണെങ്കിൽ നല്ല ഡാമേജ് വെച്ചിട്ട് അപ്പോൾ നെറ്റ് പോയി തോന്നുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ കില്ലുകളിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴത്തോട്ട് ചാടാം. ഇനി ഇവിടെ നിന്നാൽ കില്ല് കിട്ടുമെന്നൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ താഴത്തോട്ട് ഇറങ്ങി. നമ്മളെ ഫ്രണ്ടാണെങ്കിൽ അവിടെ പറയുന്നുണ്ട് ഒരു എനിമി ഉണ്ട്. അവനാണ് നല്ല അടിയും കൊടുക്കുന്നുണ്ട്. പക്ഷെ ചാവുന്നില്ല. അപ്പോൾ അത് മറ്റേ അപ്പോൾ 600 പോയിൻ്റ് കിട്ടുന്ന വണ്ടിയിലായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോയിട്ട് വെറുതെ അടിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ അവനെ കുറേ ഡാമേജ് കൊടുത്ത് അവനെ പറഞ്ഞ സോണിയാക്കി നമ്മൾ ആ ടൈമിൽ തന്നെ അവനെ വൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് അവിടെ അവനെ വേറെ ലൂട്ടായി പോയി. അവിടെ നമ്മളെ ടീമിനെ റിവൈവ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ലൂട്ട് വെച്ച് മടിക്കാണ്. ഗണ്ണൊന്നും കളിക്കില്ല. ഡേവിൽ മാത്രമേ ഉള്ളൂ. ഗണ്ണ് കാണാൻ മാത്രമേ ഉള്ളൂ. അത് ഗണ്ണൊന്നും യൂസ് ചെയ്യുന്നില്ല.
ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അടുത്തതിനെ ഒരു എനിമിനെ സ്പോട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതാക്കാം. നമ്മളിവിടെ അങ്ങനെ പോവാണ്. ഇവിടെ പോയി യെസ് ഒരാണടിക്ക് ഇവിടെ എന്തൊരു ഒരു യൂട്യൂബറാണല്ലേ, ഒരു 50K എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനൽ. ഇവിടെ നമുക്ക് ആ തവളനെ വരുത്തിയിട്ടാണ് നമുക്ക് ലൂട്ടുകളൊക്കെ തന്നിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് പോയിട്ട് ആ മെഡിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. മെഡിക്കറ്റും ഇൻഹീലറും ഒക്കെ. അപ്പോൾ ഒരു മെഡിക്കറ്റ് കിട്ടിയിട്ടുള്ളൂ, ബാക്കി നമ്മുടെ ടീം കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ ഗണ്ണ് യൂസ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് നല്ല ഡാമേജ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ പോവാണ്. പോകുമ്പോൾ ഉണ്ട് അടുത്തവിടെ. അപ്പോൾ നമുക്ക് കിടക്കാഴ്ച അടിയും അവന് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് അവൻ്റെ ടീമേറ്റാണെന്ന് തോന്നുന്നു. എന്നെ അവന് 8 പീസ് അങ്ങനെ പകുതി സ്പിൻ ചെയ്യാൻ അവനെ എനിക്ക് ഡൗൺ ആക്കി. അടുത്തവന് നല്ല ഹെഡ് ഷൂട്ടൊക്കെ അടിച്ചിട്ടുണ്ട്. വൈപ്പ് ഔട്ട് ആക്കിയിട്ടുണ്ട് നമ്മൾ ആ ടീമിനെ. ഇജാതി വൈപ്പ്. ഈ വൈപ്പ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് സബ് ചെയ്തേക്ക്. റോഡ് 50 സബ്ബാണ്. അടുത്തവനെ നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അതിന് സ്പോട്ടല്ല, ഞാൻ വണ്ടി എടുത്ത് വേണം പോകാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ. നമുക്ക് 8 കില്ലായിട്ടുണ്ട്. 8 കില്ലാണ്. ഇനി വേണ്ടത് വേറെ 20 എനിമീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോവാം. ടീമിനോട് കയറാൻ പറയുന്നുണ്ട്. ടീമേറ്റിനെ നമുക്ക് വണ്ടി കയറ്റാം. വണ്ടി കയറ്റിയിട്ട് പോവാം. നടക്കുമെന്നോ വണ്ടി കയറിയിട്ടുണ്ട്. നമുക്ക് ഇനി പീക്ക് പോവാം. പീക്ക് പോയിട്ട് വണ്ടിയൊക്കെ കത്താനാണ്. ആ ചെങ്ങായി വന്ന് തന്നെ അടിച്ച വണ്ടിയാണ്. ആ വൈപ്പ് എങ്ങനെയാണ്? വൈപ്പല്ലായിരുന്നു. 8 കില്ലായിരുന്നു നമുക്ക്. അതോ നമ്മൾ ആ കത്തി വെച്ചിട്ട് ഒരൊറ്റ എനിമിന്ന് നമ്മളത് ഇതാക്കിയിട്ടുള്ളൂ. ബാക്കി എല്ലാ എനിമിയും നമ്മൾ കത്തി വെച്ചിട്ട് മാത്രമാണ് കൊന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഹിറ്റ് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഹിറ്റ് ലിസ്റ്റിനെ എങ്ങനെയും കൊല്ലണം. ഹിറ്റ് ലിസ്റ്റ് ആരോ എനിക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെങ്ങാൻ്റെ കയ്യിൽ ആസനലുണ്ട്. അപ്പോൾ അത് തുറക്കും. ഞാൻ കണ്ണെടുക്കില്ല, കാരണം എനിക്ക് കണ്ണ് വെച്ച് കളിക്കാൻ കഴിയില്ല. ഞാനിത് വെറുതെ വെച്ചിട്ടാണ് ഈ കണ്ണൊന്നും യൂസ് ചെയ്യുന്നില്ല. അവിടെ നിന്ന് അത്യാവശ്യം എനിക്ക് വേണ്ട, ഞാൻ വലുതായിട്ട് യൂസ് ചെയ്യില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഉണ്ട് ഹിറ്റ് ലിസ്റ്റ് ഇവിടെ എടുത്തെത്തിയാണ്. ലിസ്റ്റ് ഉള്ളിലാണോ എനിക്ക് സംശയം. ഉള്ളിലാണ് ലിസ്റ്റ്. ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. അതാണ് പിടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ വണ്ടി കയറുന്നുണ്ട്. അന്ന് ബാക്കിലോട്ട് വന്ന് നല്ല ഡാമേജ് അവന് ഡൗൺ ആക്കിയിട്ട് 9ാമത്തെ കില്ലും കാണാനൊക്കെ ആയിട്ടുണ്ട്. അതും ഫിനിഷ് ചെയ്തിട്ട് ബാക്ക് നടിയിട്ടുണ്ട്. അവിടെ നമ്മുടെ ഗ്ലൂ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്തവൻ അവിടെയാണ്. പക്ഷെ നമുക്ക് ഈ സാധനം വെച്ചിട്ട് അവിടെ എത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ടാണ് ഇടപെട്ട് വെച്ചിട്ട് അവനെ നോക്കാക്കുന്നത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിനോട് കയറുന്നതാണ്. കയറിയിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പറ്റുകൊണ്ട് ടോക്കണും കാര്യമൊക്കെ ഉണ്ടോയെന്ന് വിചാരിക്കുന്നത്. 100 ടോക്കൺ കിട്ടി. 1600 ടോക്കൺ ആയിട്ടുണ്ട്. ഫ്രണ്ടാണ് അങ്ങോട്ട് വരുന്നുണ്ട് റൂട്ടിന് വേണ്ടിയിട്ട്. പക്ഷേ ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ ഗണ്ണും എടുക്കുന്നില്ല. മാക്സിമം സൂപ്പർ മെഡിക്കറ്റ് ആവശ്യം നമ്മൾ എടുത്തേക്കുന്നുണ്ട്. ഈ ടോക്കൺ എടുത്തിട്ട് നമ്മൾ ഇനി ടീമേറ്റിനെ കയറ്റുകയാണ്. ടീമേറ്റ് ഇടയ്ക്ക് ടീമേ ഉമ്മഹ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് പീക്കിലോട്ട് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ പീക്കിലോട്ട് പോകുമ്പോഴാണ് ഈ ചങ്ങാതി പറയുന്നത് അവന് ഡ്രോപ്പ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ ഡ്രോപ്പ് എടുക്കാൻ പോകുന്നു. അവനെ ഡബിൾ വെച്ച് കളിക്കാനാണ്. അവനാണെങ്കിൽ ബെസ്റ്റ് ഡബിൾ പ്ലെയറാണ്. നമുക്ക് ഇവിടെയുള്ള സൂപ്പർ മാർക്കറ്റ് വരല്ലതുണ്ടോ നമുക്ക്. പക്ഷേ സൂപ്പർ മാർക്കറ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എടാ അതിലുള്ള ഡബിൾ എടുക്കല്ല കേട്ടോ, എൻ്റെതാണെന്ന് പറയുന്നുണ്ട്. നമ്മൾ എടുക്കുന്നൊന്നുമില്ല, നമ്മൾ വെറുതെ അവിടെ നിൽക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ സെക്കൻഡ് ഓപ്പൺ ആവാൻ SVD ഇട്ടിട്ടുണ്ട്. അവന് പറഞ്ഞാൽ അവൻ AW മാത്രം മതി. നമ്മൾ SVD വെറുതെ എടുക്കുകയാണ്. ഷോ ഓഫിന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരു ഗണ്ണ് വെച്ചിട്ട് നമ്മൾ അടിക്കുന്നില്ല. ഒരൊറ്റ എനിമിനെ മാത്രം. അത് നമുക്ക് ക്രിട്ടിക്കൽ സ്റ്റേജ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ അടിക്കേണ്ടി വന്നത്. അല്ലാതെ നമുക്ക് ഇവിടെ നിന്ന് പോവുകയാണ്. അവൻ പറഞ്ഞ് ഞാൻ ആ ഡ്രോപ്പ് എടുത്തിട്ടേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോവുകയാണ്. വരുന്നുണ്ട്. നല്ല ഡാമേജ് കിട്ടിയാന്ന് തോന്നുന്നു. അവനവനെ ക്യാപ്ചർ ചെയ്യാണ്. അവൻ ക്യാപ്ചർ ചെയ്ത് കഴിയുമ്പോൾ അവൻ പറഞ്ഞ് എനിക്ക് ഇടമൻ കിട്ടിയിടാം. അപ്പം ഞാൻ പറഞ്ഞു ശരിയടാന്ന്. അപ്പോൾ അവനെ നമുക്ക് ഇതാക്കാം. അവനെ പോയി ഡ്രോപ്പ് ചെയ്ത് ഈ കാർ ഒഴിവാക്കുക. ആ കാർ കത്തിന്ന് കാർ എപ്പോഴാണ് പൊട്ടി തെറിക്കാന്ന് പറയാനില്ല. അതുകൊണ്ട് നമ്മൾ ജീപ്പ് എടുത്തിട്ടുണ്ട്. അതുമല്ല നമ്മൾ ഈ സീസണിൽ ഗണ്ണ് വെച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിൽ മാത്രമേ ഗണ്ണ് യൂസ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ നമ്മൾ ഫുള്ള് ഈ കത്തി വെച്ചിട്ടാണ് കൊല്ലുന്നത്. ടീം പറയുന്നുണ്ട്, എടാ പോയി കേട്ടടാ നിൽക്കടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആണെങ്കിൽ അവനെ കയറ്റുന്നുണ്ട്. എടാ ഒന്ന് വേഗം വാടാ. അതാ ഓടി വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങി കയറി കളിക്കുന്നത്. നമ്മൾ ആ ആവശ്യമില്ലാത്ത ലൂട്ടൊക്കെ ഉണ്ട്.
ആദ്യം നമ്മൾ ഗണ്ണൊക്കെ ഒഴിവാക്കി, പിന്നെ അതിലുള്ള ഓരോരോ എക്യുപ്മെൻറ്റ്സൊക്കെ ഒഴിവാക്കി, പിന്നെ നമ്മൾ പകുതി ഫുൾ ഒഴിവാക്കിയതാണ്. പക്ഷെ ഞാൻ ടീമേറ്റ് പറയുന്നുണ്ട് വേഗം പോടാ, ഈ എന്താണ് കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇതാക്കുകയാണ്. പെട്ടെന്ന് ഇവിടെ പോയിട്ട് താഴത്തെ ഭീമശക്തി പോവുക. അവിടെയാകുമ്പോൾ നല്ല എനിമി ഉണ്ടാവാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. പെട്ടെന്ന് ചാടി പോവാണ്. ചാടി പുളിച്ചാടി അവിടെ പോയിട്ട് അവിടെയാണെങ്കിൽ ഡ്രോപ്പ് ഉണ്ട്. നമുക്ക് വേഗം പോയിട്ട് അതെടുക്കണോ, എന്താ പറയുക, സൂപ്പർ മെഡിക്കിറ്റും അതൊക്കെ നമുക്ക് എടുക്കണോ. പക്ഷെ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക. അങ്ങനെ അറിയുന്ന ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ ഷെയർ ചെയ്തിട്ട് ഒരു 50 സബ്ബാക്കിത്താ. അപ്പോൾ നമ്മൾ ലൈവ് സ്ട്രീം നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ടീമേറ്റ് ആദ്യം ചാടിയായിരുന്നു. ഞാൻ പറഞ്ഞ് ഇടപെടൽ എടുത്താൽ നീ എടുത്തു, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്താ പറയുക വന്നിട്ട് അതിൽ ഇടപെടാൻ അല്ലായിരുന്നു, SVD വയ്യായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തില്ല, കാരണം എനിക്ക് ഇടപെടൽ യൂസ് ചെയ്യാൻ ഒരു കണ്ണ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ടീമേറ്റ് പിന്നെയും കയറിയിട്ടുണ്ടാകുമ്പോൾ നമ്മൾ വേഗം പോവാണ്. അങ്ങനെയാണ് 1500 ടോക്കൺ ഉണ്ട്, ഒരു 200 ടോക്കൺ അവിടെ കണ്ടു. നമ്മൾ അതും എടുത്തിട്ട് ഭീമശക്തിയിലേക്ക് പോയി. അവിടെ പോയപ്പോഴാണ് ഒരു എനിമി അത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അവനെ ഇടിച്ചിടാൻ നോക്കി, പക്ഷെ അവന് നല്ല ഡാമേജ് വരുന്നുണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് ഇറങ്ങിയിട്ട് അവനെ ഫുൾ ഡാമേജ് ആക്കി. പക്ഷെ നമ്മൾ ടീമേറ്റ് അത് കുമ്മിക്കൊണ്ട് പോയി. പക്ഷെ നമുക്കത് പെട്ടെന്ന് ഇതാക്കി. നമ്മൾ ബാക്കിൽ ഇരുന്ന് അടി, നമ്മൾ ബാക്കിൽ നിന്ന് പോയിട്ടിട്ട് ഡാമേജ് ആക്കി. നമ്മുടെ ടീമേറ്റ് ആണെങ്കിൽ അവിടെ ചത്തിട്ടുണ്ട്. നമ്മൾ റിവൈവ് ചെയ്യാൻ പോകുമ്പോഴത്തേനും പക്ഷെ അവൻ ഫിനിഷായിപ്പോയി. അപ്പം തന്നെ അവൻ പറയണ്ട, എടാ പോയി എന്താ കാണിക്കടാ, ഡബിൾ എടുത്ത് കളിക്കടാന്ന്. അപ്പം ഞാൻ കളിക്കുന്നില്ല, നമുക്ക് ഗണ്ണ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്നോട് 100 പ്രാവശ്യം പറയുന്നതാ, എടാ ഇടപെടെടുക്കണം. അവിടെ ഒരു എനിമി ഉണ്ടായിരുന്നു, ഞാൻ കണ്ടതും കൂടി ഇല്ലേ. പിന്നെയാണ് ഞാൻ നോക്കിയപ്പോഴാണ് കാണുന്നത്. നല്ല അഡിറ്റീസ്. പക്ഷെ നല്ല ഇൻഹീലറൊക്കെ ഇഷ്ടംപോലെ 32 ഇൻഹീലറൊക്കെ ഉണ്ട്. നമ്മളിവിടെ വന്നിട്ട് നമ്മുടെ ടീമേറ്റിനെ പൊക്കാന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. 4 പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു V3 സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ ടീമേറ്റിനെ പൊക്കിയിട്ടുണ്ട്. ഇപ്പോൾ 5 പേരായിട്ടുണ്ട്. അവിടെയാണെങ്കിൽ ലോഡ് ബോക്സ് ഉണ്ട്, നമ്മളാണ് ആ ടോക്കണും കൂടി എടുത്തിട്ടുണ്ട്. അവിടെയാണ് ഇഷ്ടംപോലെ എനിമി ഉണ്ട്, 3 എനിമിയൊക്കെ ഉണ്ട്. ആ വണ്ടി എടുത്തിട്ട് ജസ്റ്റ് അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കുകയാണ്. എസ്കേപ്പ് ആയിട്ട് നമുക്ക് അടുത്തതിനോട്ട് പോകാം. കേരളത്തിൽ 79ാം സ്ഥാനം കാര്യങ്ങളൊക്കെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. കേരളത്തിൽ 89ാം സ്ഥാനം ലക്ഷറിയിൽ നിന്നൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെങ്ങാനോട് പറഞ്ഞിട്ടുണ്ട് അവിടെ പോയില്ലേ, നമ്മൾ അവിടെ പോയിട്ട് ആ ലൂട്ട് എടുത്ത്. അപ്പം ഞാനാണ് അതിലിങ്ങനെ കറങ്ങി കളിക്കുകയാണ്, എനിമിയൊന്നുമില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ കറങ്ങി കളിക്കുകയാണ്. അവിടെ എന്താ ഇതുണ്ട്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് അവനെ കൊല്ലാൻ നോക്കട്ടെ. അതിൻ്റെ ഉള്ളിൽ എടുത്തുണ്ട്. പക്ഷെ നമുക്ക് ഇടിക്കാൻ കഴിയില്ല, കാരണം അതിൻ്റെ MP40 ആണെന്ന് തോന്നുന്നത്. അത് അങ്ങനെ ബുദ്ധിയില്ലാത്ത കളി കളിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ചുറ്റി കളിക്കുക ഗൈസ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറി പോകുന്നുണ്ട് ഗൈസ്. നമ്മൾ അടുത്ത വണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. ആ വണ്ടി ഏകദേശം തീരുമാനമാവാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത വണ്ടി എടുത്ത് പോകുമ്പോഴാണ് നമ്മുടെ ടീമേറ്റ് ഉള്ളതെന്ന്. അവിടെ അതിനെ ഫുള്ള് സ്കോഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനവിടെ പെട്ടെന്ന് പോയിട്ട് അവനെ ഒരുത്തന്നെ ഡൗൺ ആക്കി. അപ്പോൾ രണ്ടാമത്തെ വടിയായിരുന്നു. ഞാൻ എൻ്റെ ടീമേറ്റിനെ ആയിരുന്നു അടിച്ചത്. അവൻ റിവൈവ് ആവുന്നുണ്ടായിരുന്നു. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ അവനും ഡൗൺ ഇട്ട്, പക്ഷേ അവൻ്റെ ഫ്രണ്ടാണ് റിവൈവ് ചെയ്ത്. അപ്പോൾ ബൈ ഗൈസ്, ഗുഡ് ബൈ. അപ്പോൾ ബൈ.